ഹായ് ഗെയ്സ്, എല്ലാവർക്കും വീണ്ടും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ പൂച്ച ബേബിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ പൂച്ച ബേബി കുറച്ച് നാളുകളായിട്ട്, കുറച്ച് നാളെന്ന് പറഞ്ഞാൽ 2-3 ദിവസമായിട്ട് വയ്യാണ്ട് പണിക്കെടുക്കാണ്. ഭക്ഷണമൊന്നും കഴിക്കണില്ല, വെള്ളം കൊടുത്തിട്ട് കുടിക്കണില്ല. വെള്ളപ്പോൾ കൊടുത്തോണ്ടി ഇരിക്കണത്. എന്താണ് ഇന്ന് പഞ്ചസാര ലായനി എന്ന് പറഞ്ഞാൽ പഞ്ചസാര വെള്ളം കൊടുത്തോളോ എന്ന് പറഞ്ഞ് കൊടുത്തോളം എന്ന് മാത്രം പറഞ്ഞുള്ളൂ. ഞാൻ പുതുതായി എന്ത് ചെയ്തു, ഞാൻ ഈ പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പുതിയൊരു പഞ്ഞി കഷ്ണം എടുത്തിട്ട് അതിലേക്ക് ഒന്ന് മുക്കിയിട്ട് ഞാൻ പൂച്ചയുടെ അടുത്ത് പോയി കിടന്ന്, വയ്യാണ്ട് കിടക്കുന്ന പൂച്ചയുടെ അവിടെ പോയി കിടന്ന് ഞാൻ എന്ത് ചെയ്ത് വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഞാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ മലന്ന് കിടക്കായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ പഞ്ചസാര അതിലേക്ക് മുക്കിയിട്ട് എന്ത് ചെയ്തു, ഈ പൈപ്പിലെ വെള്ളം പോണ മാതിരി കുറച്ച് സംഭവത്തിലേക്ക് ആക്കിയിട്ട് ഞാൻ ഈ വെയ്യാണ്ട് കിടക്കുന്ന പൂച്ചയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്ത പൂച്ച പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി. അപ്പം ഞെട്ടുന്ന സമയത്ത് അതിനുള്ളിൽ നമ്മൾ കൊടുത്ത ഒരു സാധനം അകത്തേക്കാക്കി. എനിക്ക് സമാധാനമായി, കാരണം ഇതൊരു ഗ്ലൂക്കോസ് ആണല്ലോ നമ്മൾ കൊടുത്തത്. പഞ്ചസാര ലായനി ഈ ഗ്ലൂക്കോസാണ്. അപ്പം അത് പൂച്ചയ്ക്ക് ഇങ്ങനെ കിട്ടി കഴിഞ്ഞാലേ, പൂച്ച അകത്താക്കി കഴിഞ്ഞാൽ കുറച്ചൊരു ഉഷാറ് കിട്ടും. എനിക്ക് നടക്കാനായിട്ടുള്ള ഒരു ആരോഗ്യമില്ലായ്മയാണ് ഈ പൂച്ചയ്ക്ക് സംഭവിച്ചത്. കാരണം കഴിക്കുന്ന ഫുഡിലാണോ അതൊക്കെ അതിൻ്റെ എന്തെങ്കിലും കുത്തിക്കയറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ശരീരത്തിനുള്ളിലാണെങ്കിൽ ഫുഡ് പോയ്സണാണ്. അപ്പോൾ എന്തോ ഒരു ഭക്ഷണം കഴിച്ചതിൻ്റെ എഫക്റ്റാണ് അങ്ങനെ സംഭവം. പിന്നെ കാലിന് ആണെങ്കിൽ വലിയൊരു മുള്ള് കയറിയിട്ട് ഇത്ര നാളെ എടുക്കാൻ പറ്റാത്ത മുള്ള് ചിലപ്പോൾ കാലുമുണ്ടാവും. അതാവാൻ സാധ്യതയുണ്ട്. അതല്ല, അതാണെങ്കിലും പൂച്ച എങ്ങനെയെങ്കിലും നീറ്റ് വരണ്ട. പക്ഷെ പൂച്ച നീറ്റൊന്നുമില്ല. കാരണം മറ്റേ കാരണം തന്നെയാണെന്ന് തോന്നുന്നു, ഫുഡ് പോയ്സൺ. അത് ഇവിടുന്ന് കിട്ടിയ ഭക്ഷണം അത് കഴിച്ച് ഇങ്ങനെ ഇതായപ്പോൾ ഒന്ന് ആൾ മൊത്തം ടയേർഡായി, ഇതൊന്ന് വയ്യാണ്ടായി. ആൾക്കറിയില്ലല്ലോ ഇത് വല്ല ഫുഡ് പോയ്സൺ ആണെന്ന്. നമ്മളെന്ത് ചെയ്യാൻ, നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പൂച്ചകൾക്ക്, ചില പൂച്ചകൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കില്ല. ചിലർ എന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കാൻ വിശപ്പ് അകറ്റാൻ വേണ്ടി എന്ത് ചെയ്യും, പോയി അത് തിന്ന് അകത്താക്കി കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു വേദന ഫീൽ ചെയ്യുമ്പോൾ അവർ നടക്കാൻ പറ്റാണ്ട് അവിടെ തന്നെ കിടന്ന സ്ഥലത്ത് തന്നെ കിടക്കും. നമ്മുടെ ബേബി പൂച്ച എന്താണോ എന്ന് അറിയില്ല. പൂച്ച ബേബി 10 ദിവസമായിട്ട് ആഹാരമൊന്നും കഴിക്കാണ്ട് കിടക്കാണ്. ഇന്നിപ്പോൾ ഗ്ലൂക്കോസ് കുറച്ച് അകത്താക്കിയിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഗ്ലൂക്കോസ് അകത്താക്കിയിട്ടുണ്ട് കുറച്ച്. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ എന്താ അവസ്ഥ. അപ്പം നിങ്ങളുടെ കയ്യിൽ വല്ല ടിപ്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നോട്ടാ. കമൻറ്റ് ബോക്സിലേ ഒന്ന് എഴുതി വിട്ടോളോ. നിങ്ങളുടെ ഡോക്ടേഴ്സ് ഈ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, പൂജനം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഇതിൽ
അത് കമന്റ് ബോക്സിൽ എന്ന് എഴുതി വിട്ടോളാം. നിങ്ങളുടെ എന്തെങ്കിലും മരുന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഈ പൂച്ചയ്ക്ക് കൊടുക്കുന്ന മരുന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതി വിട്ടോളാം. പിന്നെ നിങ്ങൾ ഈ പൂച്ചനെ ഓർത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡോക്ടറോട് ചോദിക്കുക. ഡോക്ടർ പറഞ്ഞ മരുന്നിൻ്റെ വിവരം അതിൻ്റെ കമന്റ് ബോക്സിൽ എഴുതിവിടുക. പൂച്ചനെ ഞാനും സംരക്ഷിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ ഒരു സംരക്ഷണം അത്യാവശ്യമാണ്. കാരണം പൂച്ച ഇപ്പോൾ നമുക്ക് അറിയാവുന്ന മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു മരുന്നിൻ്റെ സഹായം അത്യാവശ്യമാണ്. അപ്പം മരുന്നിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിലൊന്ന് എഴുതി വിടുക. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ പരിചയം ഉണ്ടാവുമല്ലോ പൂച്ചേനൊന്നും നോക്കിയിട്ട്. അവരിടയ്ക്കിടയ്ക്ക് ഈ മരുന്ന് കൊടുക്കാറില്ല. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടേതായിട്ടുള്ള മരുന്ന് കൊടുക്കാറില്ല. ആ മരുന്ന് എൻ്റെ കമന്റ് ബോക്സിൽ നിന്ന് എഴുതി വിട്ടോളാം നിങ്ങൾ കൊടുക്കേണ്ടത് എന്നൊക്കെ കമന്റ് ബോക്സിൽ എഴുതി വിടാം. അപ്പം നിങ്ങൾ സംരക്ഷണം അത്യാവശ്യമാണ്. കാരണം പൂച്ച അത്രയ്ക്കും പൂച്ച ബേബിക്ക് അത്രയ്ക്കും വയ്യാണ്ടായിട്ടുണ്ട്. ഞങ്ങളവിടെ വരുന്ന പൂച്ചയോടൊക്കെ ഞങ്ങൾ ദ്രോഹിക്കില്ല. കാരണം അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചനെ വളർത്താനും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വളർത്തിക്കൊണ്ടിരിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് പൂച്ച എന്ന് പറഞ്ഞ സംഭവം ഇഷ്ടമില്ലാണ്ടിരിക്കില്ല. കാരണം ഇഷ്ടം തന്നെയാണ്. ഇത് പൂച്ചാലും പട്ടിയിലും ഞങ്ങൾക്ക് ഒരുപോലെ. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾക്ക് കൂട്ട്. ഒരുപാട് ചാനലുണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റാണ്, വെവ്വേറെ പരിപാടികളാണ്. അപ്പോൾ വെവ്വേറെ പരിപാടികളെന്ന് വെച്ചാൽ ഓരോരോ കാറ്റഗറി. അപ്പോൾ ഈ ഒരു ചാനലിൽ വേറെ കാറ്റഗറിയാണ്. അപ്പോൾ ആ കാറ്റഗറിയിൽ വ്ളോഗാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നതിൻ്റെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഓരോ വീഡിയോ. പിന്നെ മറ്റു ചില ചാനലുകളിൽ ഞാൻ അഭിനയിച്ചതും പിന്നെ എൻ്റെ ഹാർഡ് വർക്കും പിന്നെ എൻ്റെ ഓരോ വരകളും എൻ്റെ കൃതികളും എൻ്റെ കഴിവുകളും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതിങ്ങനെ ഓരോരോ കാറ്റഗറി ആയിട്ട് തിരിഞ്ഞെന്ന് മാത്രം. കാരണം യൂട്യൂബിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ സ്ട്രൈക്ക് അത് കിട്ടി കഴിഞ്ഞാൽ ഇത്രയും നാൾ ചെയ്തിടത്തോളം വരെയുള്ള ഓരോ സംഭവം പെട്ടെന്ന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാവും. കാരണം സ്ട്രൈക്കൊക്കെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ 2 വട്ടം കൂടി സ്ട്രൈക്ക് കിട്ടാൻ 3 വട്ടം സ്ട്രൈക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ മൊത്തം ആ ഒരു ചാനൽ വീഡിയോ പിന്നെ ഒരു യൂട്യൂബ് ചാനലൊക്കെ പോവും. അപ്പോൾ വിഷമമുണ്ട്. അപ്പോൾ ഞാൻ ഓരോരോ കാറ്റഗറിയിലുള്ള യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്ക് ഒരു 10-20 യൂട്യൂബ് ചാനലുണ്ട്. അത് ഓരോരോ കാറ്റഗറിയാണ്. സോങ് വേറെ, വ്ളോഗ് വേറെ, അങ്ങനെ ഓരോരോ കാറ്റഗറി ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് യൂട്യൂബ് ചാനലാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് എത്തിക്കുക. അപ്പോൾ പൂച്ച ബേബിനെ ഇഷ്ടമായാലും എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക. ഈ പൂച്ചനൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ട മാത്രമാണ് പറയുന്നുള്ളൂ, ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കി വിടുക. ഇഷ്ടപ്പെട്ട ഈ ഒരു പൂച്ച ബേബിനെ അറിഞ്ഞ് സ്നേഹിക്കുന്നവർ ഉണ്ടെങ്കിൽ മാത്രം
അവരോട് പറയാണ് ഈ ഒരു പൂച്ചയുടെ വീഡിയോ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് എത്തിക്കുക. നിങ്ങൾ വാച്ച് ചെയ്യുക, നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാത്തവരൊക്കെ സ്കിപ്പ് അടിക്കുക, അത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. കാരണം ഈ ഒഴിവാക്കുന്നവർ ഈ പൂച്ച സ്നേഹികൾ അല്ല, അറിയോ? അവർക്ക് എന്താ ഇതെന്ന് എനിക്കറിയില്ല. പക്ഷേ അവരുടെ കാര്യം ഞാൻ ഒഴിവാക്കാണ്. അപ്പോൾ ഈ പൂച്ചന് ഇഷ്ടമുള്ളത് മാത്രം വീഡിയോ വാച്ച് ചെയ്യുക. അല്ലാത്തൊരു വാച്ച് ചെയ്തോ, ഈ വിഷയമില്ല. ഇഷ്ടമല്ലാത്തവരും ഇഷ്ടമുള്ളവരൊക്കെ വാച്ച് ചെയ്തോ. പക്ഷേ ഈ വീഡിയോ നിങ്ങളുടെ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഒന്ന് എത്തിക്കണം. പിന്നെ ബൂസ്റ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്ന് മാത്രം എൻ്റെ ഒരു അഭ്യർത്ഥന. ഒന്നുകൂടി പഞ്ചസാര ലായനി കൊടുക്കാൻ പോവാണ്. ഞാൻ കാലത്ത് കൊടുത്തതാ, ഇനിയിപ്പോൾ ഉച്ചയിൽ. അപ്പോൾ ഞാൻ മുക്കിയിട്ട് കൊടുക്കണം. പഞ്ചസാര ലായനി ഇതിലേക്ക് മുക്കിയിട്ട് കൊടുക്കുക. അല്ല വെയ്യ അല്ല, പരമാവധി കിട്ടാവുന്ന തരത്തിൽ കൊടുക്കുക. നമ്മൾ ദ്രോഹിക്കല്ല കേട്ടോ, നമ്മൾ പരമാവധി വാലേക്ക് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. മുന്നിൽ ഒഴിച്ചെടുത്ത് പിന്നെ പരമാവധി ഞാൻ വാലേക്കല്ല വാലേക്ക് ആക്കാനായിട്ടുള്ള തരത്തിലേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നന്നാക്കിക്കോളൂ, എങ്ങനെയെങ്കിലും അകത്താക്കിയാൽ മതി. എന്നിട്ട് കൊടുക്കാം. ഇപ്പം ഇഷ്ടമല്ല. കഴിക്കൂ കുട്ടാ, ഉഷാറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ.